ഹലോ എവ്രി വൺ. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആയിരുന്നു അല്ലേ. അതിൽ ചൈൽഡ് സൈക്കോളജി എന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നീഡ് തിയറി. ഓക്കെ, അതിൽ ബേസിക് നീഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള നമ്മുടെ നീഡ്സ്. ഓക്കെ, ബേസിക് നീഡ്സ്. A child's basic needs include their physical, emotional and mental well-being. എന്താണ് ഒരു കുട്ടിയുടെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആവശ്യങ്ങൾ അവരുടെ ഫിസിക്കലായിട്ടുള്ള, അതല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള, ദെൻ മെൻ്റലായിട്ടുള്ള വെൽബീയിങ് ആണ്. നല്ലൊരവസ്ഥയാണ് എന്ത് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഫിസിക്കലി നന്നായിരിക്കണം, അതുപോലെ ഇമോഷണലി നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണം, ദെൻ മെൻ്റലിയും നല്ല രീതിയിൽ വെൽബീയിങ് ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ആവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബേസിക് നീഡ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ 2 ബ്രാഞ്ചസ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫിസിക്കൽ നീഡ്സ് ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ്. ഫിസിക്കൽ നീഡ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ഫുഡ്, വാട്ടർ, എയർ, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ. ഇതൊക്കെയാണ് ഒരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ തന്നെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് അല്ലേ. ഇതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് എന്തൊക്കെ വേണം? ഫുഡ് വേണം, ഭക്ഷണം വേണം, വാട്ടർ വേണം, വെള്ളം വേണം, എയർ വേണം അല്ലേ. ഇത് മൂന്നുമില്ലാതെ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ക്ലോത്ത്സും ഷെൽട്ടറും അത്യാവശ്യമാണ്. ഇതില്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അല്ലേ, ജീവിക്കാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ബേസിക്കായിട്ട് വളരെ അത്യാവശ്യമുള്ള ഒരു നീഡാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഫിസിക്കൽ നീഡ്സ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സൈക്കോളജിക്കൽ നീഡ്സ് അല്ലേ. സൈക്കോളജിക്കൽ നീഡ്സ് എന്തൊക്കെയാണ്? ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം അല്ലേ. നമുക്ക് സ്നേഹം കൊടുക്കാനും സ്നേഹം കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു നീഡ് അല്ലേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള നീഡ്. ദെൻ ഫ്രീഡം അല്ലേ. ഫ്രീഡം എന്താണ്? നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം അല്ലേ. സ്വാതന്ത്ര്യം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു നീഡാണ് അല്ലേ, ഒരാവശ്യമാണ്. ദെൻ റെക്കഗ്നിഷൻ മീൻസ് അംഗീകാരം അല്ലേ. നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു അംഗീകാരം കിട്ടുന്ന ഒരവസ്ഥ. അതെന്താണ്? നമുക്ക് ആവശ്യമുള്ളതാണ് ഒരു വസ്തുവാണ് അല്ലേ, നീഡാണ്. നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് അല്ലേ, സൈക്കോളജിക്കൽ നീഡാണ്. അതുപോലെ സെക്യൂരിറ്റി അല്ലേ. സെക്യൂരിറ്റി മീൻസ് എന്താണ്? നമുക്ക് സേഫ്റ്റി ഉണ്ടാവുക എന്നുള്ളത്, നമുക്ക് എന്ത് ചെയ്യുക? സെക്യൂരിറ്റി ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ നീഡാണ്. ലവ് ആണ് ഫസ്റ്റ് വൺ. എന്താണ്? സ്നേഹം വേണം അല്ലേ. സ്നേഹം കിട്ടുകയും കൊടുക്കുകയും വേണം. ഫ്രീഡം സ്വാതന്ത്ര്യം വേണം. റെക്കഗ്നിഷൻ അംഗീകാരം വേണം. ദെൻ സെക്യൂരിറ്റി വേണം അല്ലേ, സുരക്ഷിതത്വം വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെൽബീയിങ് ഉണ്ടാവുള്ളൂ അല്ലേ. നല്ല രീതിയിലുള്ള ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള ഇത്തരം നീഡ്സൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഫിസിക്കൽ നീഡ്സ് ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് അല്ലേ. ഫിസിക്കൽ നീഡ്സ് ഫുഡ്, വാട്ടർ, എയർ, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ. സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ്, ഫ്രീഡം, റെക്കഗ്നിഷൻ ആൻഡ് സെക്യൂരിറ്റി. ക്ലിയർ? Next we are going to discuss about Maslow's hierarchy or need theory. മാസ്ലോ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, നമ്മൾ ഈ നീഡ്സിനെ അതിൻ്റെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ വളരെ അത്യാവശ്യമുള്ള നീഡ്സിൽ നിന്നും വളരെ അധികം അത്യാവശ്യമില്ലാത്ത നീഡ്സിലേക്ക് ഒരു ശൃംഖല പോലെ ഒരു ചാർട്ടാക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാസ്ലോസ് ഹൈറാർക്കി ഓർ നീഡ് തിയറി. American psychologist Abraham Maslow proposed Maslow's hierarchy of needs in psychology. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള എബ്രഹാം മാസ്ലോ എന്ത് ചെയ്തിട്ടുണ്ട്? മാസ്ലോയുടെ തിയറി എന്ന പേരിൽ ഒരു നീഡ്സിൻ്റെ ഒരു തിയറി ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ, അതല്ലെങ്കിൽ ഒരു ശൃംഖല രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, then Maslow's hierarchy of needs is a theory of psychology explaining human motivation. എന്താണ് മാസ്ലോയുടെ നീഡ് തിയറിയിൽ പറയുന്നത്? ഹ്യൂമൻ മോട്ടിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യന്മാരുടെ സൈക്കോളജിയിലെ അവരുടെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബേസ്ഡ് ഓൺ ദ പെർസ്യൂട്ട് ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് നീഡ്സ് അല്ലേ. അവരെ ഫോളോ ചെയ്തുകൊണ്ട്, അവരുടെ നീഡ്സിനെ ഫോളോ ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് നീഡ്സ്,
പല കാറ്റഗറിയിലുള്ള നീഡ്സ് അല്ലേ, ബേസിക് ആയിട്ടുള്ളത്, പിന്നെ വളരെ അത്യാവശ്യമില്ലാത്തത്, പിന്നെയും അതുപോലെ അല്ലേ, അതിൻ്റെ ഒരു ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള മനുഷ്യന്മാരുടെ നീഡ്സിനെ ഹൈറാർക്കി ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ് മാസ്ലോ. Then the theory states that humans are motivated to fulfill their needs in a hierarchical order. ഈ ഒരു തിയറി എന്താണ് പ്രതിപാദിക്കുന്നത്, ഇതിലെന്താണ് പറയുന്നത്? മനുഷ്യന്മാർ എന്തിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ്? ഹ്യൂമൻ ആർ മോട്ടിവേറ്റഡ് ടു ഫുൾഫിൽ ദെയർ നീഡ്സ് ഇൻ എ ഹൈറാർക്കിയൽ ഓർഡർ. എന്താണ് മനുഷ്യന്മാർ എങ്ങനെയാണ് മോട്ടിവേറ്റ് ആവുന്നത്? അവരുടെ നീഡ്സ് ഒരു ഹൈറാർക്കിയൽ ഓർഡറിലാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അതിൽ ഹൈറാർക്കി മീൻസ് എന്താണ്? നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന് പറയുന്നത് പോലെ വളരെ അത്യാവശ്യമുള്ളതിൽ നിന്ന് വളരെയധികം അത്യാവശ്യമില്ലാത്ത രീതിയിലോട്ടുള്ള നീഡ്സ്, അത് നീഡാണ്, മനുഷ്യന്മാരുടെ ആവശ്യമാണ്. പക്ഷെ എന്ത് വേണം, നിർബന്ധമില്ലാതെ ആ ഒരു നീഡ് നമുക്ക് ഫുൾഫിൽ ചെയ്യണമെന്ന് വളരെ അത്യാവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു നീഡ്സിൻ്റെ ഒരു ഹൈറ്റിലോട്ട് ഈ ഒരു ഹൈറാർക്കി അതല്ലെങ്കിൽ ഈ ഒരു ശൃംഖല മൂവായി പോകുന്നത്. ഓക്കെ, this order begins with the most basic needs before moving on to മോർ അഡ്വാൻസ്ഡ് നീഡ്സ്. എങ്ങനെയാണ് ഈ ഒരു ഹൈറാർക്കി പോകുന്നത്? ബേസിക് ആയിട്ടുള്ള നീഡ്സിൽ നിന്നും മോർ അഡ്വാൻസ്ഡ് ആയിട്ട്, വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലോട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഈ ഒരു ശൃംഖല കടക്കുന്നത്. ഓക്കെ, ദെൻ സം ഓഫ് ദീസ് ആർ സൈക്കോളജിക്കൽ നീഡ്സ്. Some of these are psychological needs which are necessary to survive. ഇതിൽ പലതും എന്താണ്? സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. ഇതെന്താണ്? നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ളതാണ്. ഓക്കെ, ദീസ് ആർ ഓൾസോ കോൾഡ് പ്രൈമറി നീഡ്സ്. ഈ വളരെ അത്യാവശ്യമുള്ള ഈ നെസസറി സർവൈവൽ നീഡിനെ നമ്മൾ എന്ത് പറയും? പ്രൈമറി നീഡ്സ്, പ്രാഥമിക ആവശ്യങ്ങൾ അല്ലേ, പ്രൈമറി നീഡ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ആൻഡ് ഇൻക്ലൂഡ് സാറ്റിസ്ഫൈയിങ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? നമ്മളെ ഹങ്കറും തേഴ്സ്റ്റും അല്ലേ, നമ്മളെ വിശപ്പും ദാഹവും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ആവശ്യം അല്ലേ, ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് അല്ലേ, വാട്ടറും ഫുഡും എന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? പ്രൈമറി നീഡ്സ്. ഓക്കെ, നമ്മൾ ഹങ്കറും അതുപോലെ തേഴ്സ്റ്റ് ദാഹം ശമിപ്പിക്കാനും വിശപ്പ് ശമിപ്പിക്കാനും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന നീഡ്സിനെ നമ്മൾ എന്ത് പറയും? പ്രൈമറി നീഡ്സ് എന്ന് പറയും. ഓക്കെ, വെൻ ദീസ് നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ദ ചൈൽഡ് ലുക്സ് ടുവേർഡ്സ് സാറ്റിസ്ഫൈയിങ് ഹർ സേഫ്റ്റി നീഡ്സ്. എന്താണ് ഈ ഒരു ചില സമയത്ത് എന്താണ് ഈ ദീസ് നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ദ ചൈൽഡ് ലുക്സ് ഫോർവേഡ് സാറ്റിസ്ഫൈയിങ് ഹർ സേഫ്റ്റി നീഡ്സ്. ഇത് കൂടാതെ എന്താണ്, ചില സമയത്ത് ഒരു കുട്ടിക്ക് കുട്ടിയെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ എന്ത് വേണം? ചില സേഫ്റ്റി നീഡ്സും കൂടെ വളരെ അത്യാവശ്യമാണ്. സേഫ്റ്റി മീൻസ് എന്താണ്? നമുക്ക് സുരക്ഷിതത്വം അല്ലേ, ഒരു കുട്ടി എന്ന നിലയിൽ അവന് സുരക്ഷിതത്വം കൂടെ വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് അല്ലേ. അടുത്തതായിട്ട് നെക്സ്റ്റ് ഇൻ ദ ഹൈറാർക്കി ആർ ദ ലവ് നീഡ്സ് സച്ച് ആസ് ദ നീഡ് ഫോർ അഫെക്ഷൻ. അടുത്തതായിട്ട് ഈ ശൃംഖലയിൽ എന്താണുള്ളത്? ഈ ഒരു ഹൈറാർക്കിയിൽ ലവ് നീഡ്സ് ആണ് അല്ലേ, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. നമ്മൾ സ്നേഹം കൊടുക്കുകയും നമുക്ക് സ്നേഹം കിട്ടുകയും ചെയ്യേണ്ടത് എന്താണ്? ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് അല്ലേ. അതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? അഫെക്ഷൻ അല്ലേ, പരസ്പരം ഒരു അഫെക്ഷൻ, ഒരു ഇൻറ്റിമസി ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കിട്ടുക, നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ്. അതൊരു അഫെക്ഷനേറ്റ് ആണല്ലേ, അഫെക്ഷനേറ്റ് ലവ് എന്താണ്? നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ നീഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം മാസ്ലോയുടെ ഹൈറാർക്കിയൽ തിയറി എന്ന് പറഞ്ഞു അല്ലേ, ഹൈറാർക്കി ഓർ നീഡ് തിയറി. മാസ്ലോ ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ ആ ഹൈറാർക്കിയൽ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, ബേസിക് നീഡ് മുതൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് നീഡ് വരെ അല്ലേ, അതുവരെ ഉള്ള ഒരു ചാർട്ട് അല്ലേ, ഒരു ഹൈറാർക്കിയൽ ചാർട്ട്, അതല്ലെങ്കിൽ ഒരു ശൃംഖല അല്ലെങ്കിൽ ഒരു ശ്രേണി എന്ന് പറയുന്ന ചാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അടുത്തത് അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ബേസിക് നീഡ്സ് ആണ് അല്ലേ. ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലേ. ഫിസിയോളജിക്കൽ നീഡ്സ് ഏതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ? ഫുഡ്, വാട്ടർ, വാംത്ത് ആൻഡ് റെസ്റ്റ് അല്ലേ. ഭക്ഷണം വേണം, വെള്ളം വേണം, വാംത്ത് അല്ലേ, ഒരു മിതമായ ചൂട് അല്ലേ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ചൂട്.
ടു കോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് സപ്പോസ് അന്റാർട്ടിക്ക പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു വാംത്ത്, ഒരു ചെറിയ ചൂട് നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ്. അതുപോലെ റെസ്റ്റ് അല്ലേ, ഒരുപാട് നമ്മൾ ഓവറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ആരോഗ്യമില്ലാതാവും, പിന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ആവശ്യമാണ്. ദെൻ ബേസിക് നീഡ്സിൽ അടുത്തതായിട്ട് എന്താ വരുന്നത്, സേഫ്റ്റി നീഡ്സ് അല്ലേ. സേഫ്റ്റി, സുരക്ഷിതത്വം വേണം അല്ലേ. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി വേണം അല്ലേ. ഒരു കുട്ടിക്ക് എന്ത് വേണം, ജീവിക്കാൻ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി വളരെയധികം അത്യാവശ്യമാണ് അല്ലേ. ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ്, ഒരു ആവശ്യമാണ് അത് അല്ലേ. എന്തിൽ നിന്ന്, ഡേഞ്ചേഴ്സിൽ നിന്ന് അല്ലേ, നമ്മുടെ ഡേഞ്ചേഴ്സിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ്, നമ്മളെ ഭൂമിയിൽ മനുഷ്യന്മാരിൽ നിന്ന് തന്നെ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് വേണം, സെക്യൂരിറ്റിയും സേഫ്റ്റിയും വളരെ അത്യാവശ്യമാണ് അല്ലേ. ഷെൽട്ടർ വേണം അല്ലേ. അപ്പോൾ അതെന്താണ്, ഇതൊക്കെ സേഫ്റ്റി നീഡ്സ് ആൻഡ് ഫിസിയോളജിക്കൽ നീഡ്സ് ആർ ബേസിക് നീഡ്സ് അല്ലേ. ഇതൊക്കെ എന്താണ്, ബേസിക് നീഡ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് എന്താണ്, സൈക്കോളജിക്കൽ നീഡ്സ് അല്ലേ. സൈക്കോളജിക്കൽ നീഡ്സ് എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ചൈൽഡിൻ്റെ എന്താണെന്ന് നോക്കാം അല്ലേ. ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. എന്താണ് ബിലോങ്ങിങ്നെസ് മീൻസ് എന്താണ്, എൻ്റെ സ്വന്തം അല്ലേ, എനിക്ക് സ്വന്തം അല്ലെങ്കിൽ സ്വന്തക്കാർ, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക അല്ലേ. സ്വന്തം, അവനവൻ്റെ സ്വത്ത്, അങ്ങനെയുള്ളൊരു ഫീലിംഗ് എന്ത് വേണം, മനുഷ്യന്മാരുടെ സൈക്കോളജിക്കൽ നീഡ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് ആൻഡ് ഫ്രണ്ട്സ്, വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ്സ് എന്ത് വേണം, നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള നീഡാണ്. മോർ ബേസിക് അല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള നീഡിൽ ഇൻക്ലൂഡഡ് ആണത് അല്ലേ. ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, സ്നേഹിക്കാനും നമുക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സും നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ദെൻ എസ്റ്റീം നീഡ്സ് അല്ലേ. എസ്റ്റീം നീഡ്സിൽ എന്താണ്, പ്രസ്റ്റീജ് ആൻഡ് ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. പ്രസ്റ്റീജ് എന്താണ്, ഒരു അംഗീകാരം അല്ലേ. പ്രസ്റ്റീജ് മീൻസ് എന്താണ്, ഒരു അഭിമാന പ്രശ്നം അല്ലേ, ഒരു അഭിമാനബോധം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രസ്റ്റീജ് ആൻഡ് ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് അല്ലേ. അഭിമാന ബോധം അല്ലേ. നമുക്ക് എന്താണ്, ഈ ബേസിക് ആയിട്ടുള്ള ഈ നീഡ്സൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമുക്ക് സമൂഹത്തിൽ നല്ലൊരു നിലയും വിലയും അല്ലേ, ഒരു പ്രസ്റ്റീജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എന്താണ്, മനുഷ്യന്മാരുടെ ഒരു നീഡായിട്ടുള്ള ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് അല്ലേ. അതെന്താണ്, ഒരു സെൽഫ് അക്കംപ്ലിഷ്മെൻറ്റ് അല്ലേ. നമുക്ക് സ്വയം നമ്മളൊരു വലിയ ഒരാളായി, അതല്ലെങ്കിൽ നമുക്ക് പല കഴിവുകളുണ്ട്, അതൊക്കെ പ്രകടിപ്പിക്കാനും നമുക്ക് ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള ഒരു ഘടന അല്ലേ. അതാണ് നമുക്ക് എന്തുള്ളത്, സൈക്കോളജിക്കൽ നീഡിൽ വരുന്നത് തന്നെയാണ്. വളരെ അത്യാവശ്യമല്ല അല്ലേ, എങ്കിലും വളരെ അത്യാവശ്യമല്ല എങ്കിലും അതെന്താണ്, നമ്മളൊരു നീഡാണ് അല്ലേ. വളരെ നമുക്ക് ആവശ്യമുള്ളൊരു നീഡ് തന്നെയാണ്. നമുക്ക് സമൂഹത്തിലൊരു എസ്റ്റീം അല്ലെങ്കിൽ എന്താണ്, പ്രസ്റ്റീജ് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ആവശ്യമുള്ള കാര്യമാണ് അല്ലേ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ബേസിക് നീഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ, സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലേ. സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡ്സ് ആണ്. നമുക്ക് സ്വയം അല്ലേ നല്ലൊരു തികഞ്ഞ മനുഷ്യനാക്കാൻ, നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയം ഫുൾഫിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം അല്ലേ, ഒരു നീഡ് എന്താണ്, സെൽഫ് ആക്ച്വലൈസേഷൻ. സ്വയം തിരിച്ചറിവ് അല്ലേ. സ്വയം നമ്മളെക്കുറിച്ച്, നമ്മുടെ കഴിവുകളെക്കുറിച്ച് നമുക്ക് ഉള്ള ഒരു തിരിച്ചറിവാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലേ. അച്ചീവിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ. ഒരു മനുഷ്യൻ അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ തിരിച്ചറിയുക എന്നുള്ള, അവൻ്റെ സ്വയം കഴിവുകൾ തിരിച്ചറിയുക, ഇൻക്ലൂഡിങ് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. എന്താണ് അതിൽ, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസും കൂടി ഇൻക്ലൂഡിങ് ആണ് അല്ലേ. പല ആൾക്കാർക്കും എന്താണ്, പല തരത്തിലുള്ള കഴിവുകളുണ്ടാകും. അത് സ്വയം മനസ്സിലാക്കാനും അവരെന്ത് ചെയ്യാണ്, സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഒരു ആക്ച്വലൈസേഷൻ, സ്വയം മനസ്സിലാക്കിയിട്ട് എന്താണ്, ഒരു സെൽഫ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് വൺ എൻ്റെ സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ബേസിക് നീഡ്സ് ആണ് അല്ലേ. ഫുഡും വാട്ടറും ഷെൽട്ടറും വാംത്തൊക്കെ വേണം. ദെൻ സേഫ്റ്റി നീഡ്സ് എന്താണ്, സേഫ്റ്റിയും സെക്യൂരിറ്റിയും വേണം. ദെൻ ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് അല്ലേ. ലവ് വേണം, എൻ്റെ സ്വന്തം എന്നുള്ളൊരു ബോധം നമുക്ക് ഇൻറ്റിമേറ്റ് ആയിട്ട് നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും റിലേഷൻഷിപ്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വേണം അല്ലേ. ദെൻ എസ്റ്റീം നീഡ്സ് എന്താണ്, പ്രസ്റ്റീജ് അല്ലേ, പ്രസ്റ്റീജ് ഫീലിംഗ് വേണം, അക്കംപ്ലിഷ്മെൻറ്റ് വേണം. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലേ, സ്വയം തിരിച്ചറിവുണ്ടാവണം. ക്ലിയർ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിവിടെ
കഴിയാണ് അല്ലേ. ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ എന്താണ്? മാസ്ലോസ് ഹൈറാർക്കി ഓർ നീഡ് തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതോടെ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.